മൂന്നാറിൽ വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായെ പുലി കൊന്നു. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. ആൽവിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പുലിഭീതിയിലാണോ പ്രദേശവാസികൾ? ഗൗതം, മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ രവിയുടെ വളർത്തുനായയാണ്. രാവിലെ മുതൽ അതിനെ കാണുന്നില്ലായിരുന്നു അവർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ഇന്ന് രാത്രിയാണ് അവരെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിലാണ്. അതായത് ഈ ലയങ്ങൾ ഉൾപ്പെടെ നിരവധി താമസക്കാരുൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ പ്രദേശത്താണ്, വനപ്രദേശത്തോട് ചേർന്ന സ്ഥലം തന്നെയാണ്. എങ്കിലും ആ പ്രദേശത്താണ് പുലി വന്ന് ഒരു വളർത്തുനായയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവര് ഈ വളർത്തുനായയെ പുലർച്ചെയും പിന്നീട് രാവിലെ മുതൽ തിരക്കി നടന്നിരുന്നു. പക്ഷേ രാത്രി ഈ രവി വീട്ടിൽ വന്നപ്പോൾ, ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ വളർത്തുനായയെ പുലി പിടിച്ചതായി കണ്ടെത്തിയത്. പുലർച്ചെ ഏതാണ്ട് 3:45 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് അവർ അറിയുന്നത്. ഇന്ന് വൈകുന്നേരം ഈ രവി വീട്ടിൽ വന്നപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പുലിയെ അവിടെ ഒരു വളർത്തുനായെ കൊണ്ടുപോയതായി കണ്ടെത്തിയത്. സാമാന്യം പ്രായമുള്ള ഒരു പുലിയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ ഭീതി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ അടുത്ത കാലത്തായി അത്തരത്തിലൊരു ആക്രമണമൊന്നും അല്ലെങ്കിൽ ഒരു തരത്തിൽ അവിടെ പുലിയുടെ സാന്നിധ്യം അടുത്ത കാലത്ത് കണ്ടിരുന്നില്ല. മുമ്പ് ഈ പുലി അവിടെ ഉണ്ടായിരുന്നു, പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പലപ്പോഴും തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഏറ്റവും ജനവാസ മേഖല കൂടിയാണ് ഈ പ്രദേശം. സെൻട്രൽ ദേവികുളത്തില് വലിയ തോതിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതാണ്. ലയങ്ങൾ ഉൾപ്പെടെ ഉണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. ഇവിടെയാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:45 ഈ വളർത്തുനായനെ പുലി പിടിച്ചുകൊണ്ട് പോയതായി ഇപ്പോൾ മനസ്സിലാക്കുകയും രവി എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സ്വന്തം വളർത്തുനായായിരുന്നു. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ നായക്കായുള്ള തിരക്കായിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.